നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗം. തുടക്കത്തിലെ 3 ശ്ലോകങ്ങൾ കഴിഞ്ഞ ചെറു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തു. അതിൽ ഭഗവാൻ പറയുകയുണ്ടായി, 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും തുടർന്ന് പറഞ്ഞ ജ്ഞാനയോഗവും കർമ്മയോഗവും സൃഷ്ടി ആരംഭത്തിൽ ഞാൻ വിവസ്വാന് പറഞ്ഞു കൊടുത്തു, ഉപദേശിച്ചു. സൂര്യഭഗവാൻ ഉപദേശിച്ചു. സൂര്യൻ അത് മനുവിനും, മനു അത് ഇക്ഷാകുവിനും, ആദ്യ രാജാവായ ഇക്ഷാകുവിനും ഉപദേശിച്ചു. അത് പരമ്പരയായി മറ്റുള്ള രാജർഷികളിലും എല്ലാവരിലും എത്തി. അത് കാലക്രമേണ അത് നഷ്ടപ്രായമായി. എന്തുകൊണ്ട്? ഇതിനോടുള്ള ശ്രദ്ധാഭക്തി അല്ലെങ്കിൽ ഇതിനോട് ആചരിക്കാനുള്ള, ആ ധർമ്മത്തിൽ ചരിക്കാനുള്ള ബുദ്ധി നഷ്ടമാകുന്നതോടെ, രാഗദ്വേഷാദികളോടെ അധർമ്മത്തിലൂടെ നീങ്ങുന്നതിനെല്ലാം ഇത് കേൾക്കാതായി, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാതായി, അല്ലെങ്കിൽ ഈ ധർമ്മത്തിൽ ചരിക്കാതെ ഈ ധർമ്മത്തിന് നഷ്ടപ്രായമായി. അങ്ങനെയുള്ള ഈ സനാതനമായ ഈ ധർമ്മത്തിന് നഷ്ടമാകുമ്പോൾ, അത് സത്യത്തിൽ നഷ്ടമാകുന്നില്ല, പക്ഷെ നമ്മുടെ കയ്യിൽ അത് നിലനിൽക്കുന്നില്ല എന്ന് വരുമ്പോൾ ഭഗവാൻ വീണ്ടും ഇവിടെ അവതരിച്ചുകൊണ്ട് ആ ധർമ്മത്തെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇവിടെ അർജുനന് ഉപദേശിക്കുന്നതിലൂടെ നമ്മുടെ മനുഷ്യർക്കായിട്ട് വീണ്ടും ഇതിനെ പുനഃസ്ഥാപിക്കുന്നതിനായി ഉപദേശം, ഈ തത്വോപദേശം, ജ്ഞാനയോഗവും കർമ്മയോഗവും മറ്റും ഉപദേശിക്കുകയാണെന്ന് പറയുന്നു. അപ്പം നീ എൻ്റെ സഖാവും ഭക്തനും കൂടിയാണ് എന്നിരിക്കെ, നിനക്ക് ആ സമർപ്പണ ബുദ്ധി വന്നിരിക്കെ, ധർമാധർമ്മ മോഹത്തിൽ പെട്ടുകൊണ്ട് ധർമാധർമ്മങ്ങളെ തിരിച്ചറിയാതെ നീ എന്നെ ആശ്രയിച്ചിരിക്കുക തന്നെ ഞാനത് ഇപ്പോൾ ഇവിടെ പറയുകയാണ്. പക്ഷേ ഇത് പരമ്പരയെ മുന്നേ പറഞ്ഞു വന്ന കാര്യങ്ങളാണ്. മുന്നൊന്തരങ്ങളിൽ തന്നെ, ആരംഭത്തിൽ തന്നെ ഇത് പറഞ്ഞതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അർജുനന് സംശയമായി, ഇപ്പോൾ ഭഗവാൻ ഇപ്പോഴാണല്ലോ ജനിച്ചിരിക്കുന്നത്, വസുദേവ പുത്രനായി ജനിച്ചു ദ്വാരകയിൽ. അപ്പോൾ ഇപ്പോൾ എങ്ങനെ മുന്നേ, അതെങ്ങനെ സൂര്യഭഗവാൻ മുന്നേ ഉള്ളതാണ്, ആ സൂര്യഭഗവാൻ എങ്ങനെ ഉപദേശിച്ചു ഈ ഭഗവാൻ എന്നുള്ളത് സംശയം വന്ന് ചോദിക്കുകയാണ്. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതദ് വിജാനീയാം തുമാദൗ പ്രോക്തവാനിതി. ഭവതഃ ജന്മ അപരം വിവസ്വതഃ ജന്മ പരം. അങ്ങയുടെ പിറവി ഇപ്പോഴാണ്, പിന്നീടാണ്. പക്ഷെ വിവസ്വതൻ്റെ പരം മുന്നേ ഉള്ളതാണ്, സൂര്യൻ്റെ പിറവി മുമ്പേ ഉള്ളതാണ്. ത്വം ആദൗ പ്രോക്തവാനിതി ഏതത് കഥം വിജാനീയാം. അങ്ങാണ് സൃഷ്ടി ആരംഭത്തിൽ പറഞ്ഞത് ഇത് എന്ന് എങ്ങനെ ഞാൻ അറിയും? ഭഗവാനാണ്, ഈശ്വരനാണ് എന്നുള്ളത് നിശ്ചയമാണ് അർജുനന് ഇപ്പോൾ. പക്ഷേ അത് ഈ ചോദ്യം ഈശ്വരനാണെന്ന് അറിയാതെയല്ല, മറിച്ച് മറ്റുള്ളവരുടെ കൂടി തെറ്റായ ധാരണ മാറ്റാൻ അർജുനനോട് ചോദിക്കുന്നതായിട്ടാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ ശ്രീ ഭഗവാൻ ഉവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരന്തപ. അർജുന, മേ തവ ച ബഹൂനി ജന്മാനി വ്യതീതാനി. എനിക്കും നിനക്കൊക്കെ പല ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നീയും, നിൻ്റെ ഇതൊരു തുടക്കമൊന്നുമല്ല ഈ ജന്മം, അല്ലെങ്കിൽ ഇത് അവസാനവുമല്ല. ജന്മങ്ങൾ പലത് പുണ്യപാപങ്ങൾക്കനുസരിച്ച് നീയെ മായയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് പല കർമ്മങ്ങളും ചെയ്ത് അതിൻ്റെ പുണ്യപാപങ്ങൾക്കനുസരിച്ച് പല ജന്മങ്ങളും നീ എടുത്തിട്ടുണ്ട്. അതിൽ ഇത് അവസാന ജന്മമൊന്നുമല്ല. പക്ഷേ ഞാനും അതുപോലെ തന്നെ പല ജന്മങ്ങളും അവതാരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എനിക്കും. പക്ഷേ താനി സർവാണി അഹം വേദ പരന്തപ ത്വം ന വേദ. അത് നീ അറിയുന്നില്ല, പക്ഷേ അവയെല്ലാം എനിക്കറിയാം. എന്തുകൊണ്ട് നീ അറിയുന്നില്ല? ധർമ്മ അധർമ്മ പ്രതിബന്ധമായിരിക്കുകയാണ്, നമ്മുടെ അജ്ഞാനം കൊണ്ട്, മായ കൊണ്ട് മറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മായയ്ക്ക് അടിമപ്പെട്ടിട്ടായതുകൊണ്ട് നിനക്ക് ഇതൊന്നും, ഈ ജന്മങ്ങളെയൊന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ധർമ്മ അധർമ്മങ്ങൾക്ക് അനുസരിച്ച്, അതിൻ്റെ പുണ്യഭാവങ്ങൾക്ക് അനുസരിച്ച് നീയെ ആ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ഓരോ ജന്മങ്ങളിൽ വരുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നു, വീണ്ടും ബന്ധനസ്ഥാവുന്നു, വീണ്ടും പുതിയ ജന്മങ്ങളിലേക്ക് നീ നീങ്ങുന്നു. പക്ഷേ അവയെല്ലാം ഞാൻ അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഇന്ന സൂര്യഭഗവാന് സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉപദേശിച്ചു എന്ന് ഭഗവാൻ ഇവിടെ വ്യക്തമാക്കുകയാണ്. ഈ ധർമാധർമ്മങ്ങൾ തന്നെ തടസ്സങ്ങളായി നിൽക്കുന്നതുകൊണ്ടാണ് പ്രാണികൾക്ക് തങ്ങളുടെ പഴയ ചരിത്രം ഓർക്കാൻ കഴിയാത്തത്. പക്ഷേ സർവജ്ഞനും നിത്യനുമായ ഭഗവാന് അതെല്ലാം അറിയാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ്? ഈ ധർമാധർമ്മങ്ങളാണ് തടസ്സം. ധർമ്മങ്ങളും അധർമ്മങ്ങളും നമ്മൾ അതിലേക്ക് അടിമപ്പെട്ടവരാണ്. എന്തുകൊണ്ട്? മായയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് നമുക്ക് കർത്തവ്യങ്ങളും കാര്യങ്ങളിലെല്ലാം
ഉണ്ട്, അതിനനുസരിച്ച് ബന്ധനങ്ങളും ഉണ്ട്. അപ്പോൾ ബന്ധനസ്ഥരാണ്. മായയ്ക്ക് അടിമപ്പെട്ടിട്ട് ആ പ്രകൃതിയുടെ ഗുണങ്ങളിൽ അടിമപ്പെട്ടുകൊണ്ട് നമ്മൾ ആ ധർമാധർമ്മങ്ങളിൽ തടസ്സങ്ങളായി നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് മുൻജന്മങ്ങൾ അല്ലെങ്കിൽ നമുക്ക് മുറ്റൊന്നും ഓർക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാത്തത്. പുണ്യപാപ സംബന്ധങ്ങളില്ല നിത്യശുദ്ധ മുക്തസ്വരൂപനായ ഭഗവാന് കർമ്മജന്യമായ ഈ ശരീരം എങ്ങനെയുണ്ടായി? അപ്പോൾ പിന്നെ എങ്ങനെ ഈ ഭഗവാനെ, ഈ മുക്തസ്വരൂപമായ തത്വ രൂപമായ അല്ലെങ്കിൽ ആത്മസ്വരൂപമായ ഭഗവാനെ എങ്ങനെ ഈ ശരീരം ഉണ്ടായി എന്നാണെങ്കിൽ ഈ ശരീരത്തിൽ എങ്ങനെ വീണ്ടും, അപ്പോൾ ധർമാധർമ്മങ്ങൾക്ക് അനുസരിച്ചാണല്ലോ ഇപ്പോൾ ഞങ്ങളെല്ലാം ജനിച്ചിരിക്കുന്നതെന്ന് അർജുനൻ ചിന്തിക്കാം. അർജുനൻ പറയണത് അങ്ങനെ ധർമാധർമ്മങ്ങൾക്ക് അനുസൃതമായി ജനിച്ചെങ്കിൽ ഇതിലെല്ലാം അതീതമായ ഭഗവാൻ എങ്ങനെ മനുഷ്യ ശരീരം എടുത്തു എന്നാണ് ചോദ്യം. അപ്പോൾ ഭഗവാന്റെ ഉത്തരം, അങ്ങനെ ആ ചോദ്യം വരാമെന്നിരിക്കെ ഭഗവാൻ അതിന് ഉത്തരം പറയുകയാണ്. അജോബിസൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോബിസൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാത്മ്യാത്മമായാം. അജഹ ജനിക്കാത്തവനാണ്. ജന്മം എന്നുള്ളത് പുണ്യപാപങ്ങൾക്കനുസരിച്ചുള്ള ജന്മമാണ്. നമുക്ക് മായയ്ക്ക് അടിമപ്പെട്ടുകൊണ്ടുള്ള ആ പുണ്യപാപങ്ങൾക്കുള്ള ജന്മങ്ങളാണ് കിട്ടുന്നത്. അവ്യയാത്മാസൻ നശിക്കാത്തവനാണെങ്കിൽ കൂടി ഭൂതാനാം ഈശ്വരഹാസൻ അഭി പ്രാണികൾക്കെല്ലാം നിയാമകനുമാണെന്നിരുന്നാലും, ഇതിനെല്ലാം പ്രാണികൾക്ക് ഈ ലോകത്തിന് തന്നെ നിയാമകനാണെങ്കിലും നിയന്താവാണെങ്കിലും സ്വം പ്രകൃതിം അധിഷ്ഠായ സ്വം പ്രകൃതിയെ തൻ്റെ തന്നെ ത്രിഗുണാത്മികയായ മായയെ അതിനെ ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വെച്ചുകൊണ്ട് തന്നെ അതിനെ മനുഷ്യർ അടിമപ്പെട്ടിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ അധീനത്തിലാണ് നിൽക്കുന്നത്, മായയുടെ അധീനത്തിലാണ്. പക്ഷെ അതിനെ അതീതമായിട്ട് അതിനെ ആശ്രയിച്ചുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? സ്വയം സംഭവാമി, മായ കൊണ്ട് ആത്മമായയാ സംഭവാമി. പരമാർത്ഥത്തിലല്ല ഈ ജന്മം എന്നാണ്. അപ്പോൾ നമ്മളെല്ലാം പരമാർത്ഥത്തിൽ ജന്മം നമുക്ക് അനുഭവമാണ്. അപ്പോൾ ഈ ജന്മം എന്നുള്ളത് നമ്മുടെ മായയ്ക്ക് അധീനമായതുകൊണ്ട് പഴയ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. നമ്മൾ അധർമ്മങ്ങൾക്ക് ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. അവിടെ അതല്ല, അവിടെ ഭഗവാന്റെ ജന്മം എന്നുള്ളത് ജനിച്ചിട്ടില്ല അവിടെയൊന്നും. പക്ഷെ ആത്മമായയെ അവിടെ ശരീരത്തെ സ്വീകരിക്കുന്നു. പക്ഷെ അത് നമ്മുടെ ജന്മം പോലെയല്ല, അത് മായാ സൃഷ്ടിയാണ്. അത് മായയുടെ വെച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് ഈ അധർമ്മത്തിന് ചുതി വരുമ്പോൾ ധർമ്മത്തിനെ സംരക്ഷിക്കാനായിട്ട് അവതരിക്കുന്നതാണ്. അതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഇങ്ങനെയാണെന്ന് അറിയാം. ഇങ്ങനെ മായയെ കൈവശപ്പെടുത്തിക്കൊണ്ട് ഒരു ജനിക്കുന്നില്ല ഭഗവാൻ. യഥാർത്ഥത്തിൽ ജന്മം നമ്മുടെ പോലെ ജന്മമല്ല. പക്ഷെ ഒരു സംഭവവും മാറ്റങ്ങൾ ഉണ്ടായിട്ടല്ല, ഒന്നെങ്കിൽ മാറി വന്ന് ജന്മം എടുക്കുന്നതല്ല ഭഗവാൻ. അപ്പോൾ ഇതെല്ലാം ഭഗവാൻ അറിയാം. ഇതെല്ലാം വന്നു പോകുന്നു, ഒരു അവതാരം വരുന്നു പോകുന്നു. അതെല്ലാം ഭഗവാന് എല്ലാ അവതാരങ്ങളെക്കുറിച്ച്, തൻ്റെ അവതാരങ്ങളെക്കുറിച്ച് അറിയാം. എന്തുകൊണ്ടാ? സ്വാം പ്രകൃതിം അധിഷ്ഠായ, തൻ്റെ ത്രിഗുണാത്മിക മായയെ ആശ്രയിച്ചുകൊണ്ടാണ്. നമ്മൾ ഈ മോഹത്തിന് ഇതിനെ അടിമപ്പെട്ടുകൊണ്ടാണ് തത്വത്തെ അറിയാത്തതും ഇതിനെ ഈ അവതാരങ്ങളെ നമുക്ക് മനസ്സിലാക്കാത്തതും അല്ലെങ്കിൽ സ്വസ്വരൂപത്തെ മനസ്സിലാക്കാത്തതും. അപ്പോൾ ഈ കൽപ്പന കൊണ്ടൊന്നും തൻ്റെ ശുദ്ധമുക്ത സ്വരൂപത്തിൽ നിന്നും പരമാത്മാവ് വ്യതിചലിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ വ്യതിചലിച്ചിട്ടല്ല ഒരു മനുഷ്യ ശരീരം എടുത്തിരിക്കുന്നത്. യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഭഗവാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തുകൊണ്ടല്ല. മായയ്ക്ക് അധീനമാകുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തതിനനുസരിച്ച് നമുക്ക് ശരീരങ്ങൾ സിദ്ധിക്കുന്നത്. അവിടെ മായയെ സ്വീകരിച്ചുകൊണ്ട് ഈ ജഗത് കല്യാണത്തിനായിട്ട് അവതരിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അങ്ങനെയാണ് അറിയേണ്ടത്. അപ്പോൾ എന്തിനാ അങ്ങനെ അവതരിക്കുന്നത് എന്ന് ചോദ്യം വരാം. അപ്പോൾ അതിന് ഭഗവാൻ പറയാണ്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അപ്പോൾ എന്തുകൊണ്ടാ ഭാരത യഥാ യഥാ ധർമ്മസ്യ ഗ്ലാനിഹി, ധർമ്മത്തിന് വാട്ടം പറ്റുകയാണ്. ധർമ്മത്തിൽ ചരിക്കേണ്ടവർ ഈ യജ്ഞത്തോടു കൂടി പ്രജകളെ സൃഷ്ടിച്ചു പറഞ്ഞു. പക്ഷേ ആ യജ്ഞത്തിനനുസരിച്ച് ജനങ്ങൾ ജീവിക്കാതെ അല്ലെങ്കിൽ ഈ സ്വധർമ്മങ്ങളെ പരിപാലിക്കാതെ പരധർമ്മങ്ങളിലേക്ക് പോയി മനുഷ്യൻ ഈ ധർമ്മത്തിൽ സ്ഥിതി ഉണ്ടാകുമ്പോൾ അധർമ്മസ്യ അഭ്യുത്ഥാനം, അധർമ്മത്തിന് വളർച്ച ഉണ്ടാകുമ്പോൾ എപ്പോഴുണ്ടാകുന്നുവോ
തഥാ തഥാ അഹം ആത്മാനം സൃജാമി, ഞാൻ അപ്പോൾ എന്നെ തന്നെ സൃഷ്ടിക്കുന്നു പറഞ്ഞാൽ അവതരിക്കുന്നു. ഇവിടെ ആ ആത്മമായ സ്വമായ കൊണ്ട് ആ പ്രകൃതിയെ കൈവശപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നമ്മുടെ ജന്മം പോലെയല്ല, ശരീരത്തെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു ശരീരമല്ല, അവിടെ ഒരു നിത്യശുദ്ധ മുക്ത സ്വഭാവത്തിന് യാതൊരു വ്യത്യാസവും ഉണ്ടായിട്ടല്ല, മറിച്ച് ഒരു ശരീരത്തെ ഈ പ്രജകൾക്കായിട്ട്, ഈ പ്രജകളുടെ നന്മയ്ക്കായിട്ട്, ധർമ്മത്തിൻ്റെ സംസ്ഥാപനാർത്ഥം, ധർമ്മത്തിൻ്റെ നിലനിർത്തുന്നതിന് വേണ്ടി, ധർമ്മത്തിൻ്റെ വീണ്ടും അതിനെ നിലനിർത്താനായിക്കൊണ്ട് ഇവിടെ എങ്ങനെ ജനിക്കുന്നു, അവതരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാഗദ്വേഷങ്ങളിലൊക്കെ പെട്ട് അധർമ്മത്തിൽ ചരിച്ച് സ്വധർമ്മത്തെ നഷ്ടമാക്കി. അപ്പോൾ വർണ്ണാശ്രമ ധർമ്മങ്ങളെല്ലാം നശിച്ചു. വർണ്ണങ്ങൾ, ആശ്രമങ്ങളൊക്കെ ഉണ്ട്, ഓരോരുത്തരുടെ ഗുണങ്ങൾക്കനുസരിച്ച് അതാത് കർമ്മങ്ങൾ ചെയ്യണം. പക്ഷെ ആ കർമ്മങ്ങളൊന്നും ഗുണങ്ങൾക്കനുസരിച്ച് അവർ ചെയ്യാതെ മറ്റുള്ള പരധർമ്മത്തെ, നമ്മുടെ ഗുണങ്ങൾക്കല്ലാത്ത കർമ്മങ്ങളിലേക്ക് നമ്മൾ രാഗദ്വേഷം കൊണ്ട് ചെന്ന് അവിടെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും? ഈ വർണ്ണാശ്രമ ധർമ്മങ്ങളെല്ലാം നശിച്ചു പോകും. അപ്പോൾ ഇന്നുണ്ട് വർണ്ണാശ്രമങ്ങൾ, അന്ന് മാത്രമല്ല, വർണ്ണാശ്രമങ്ങൾ ഇന്നും ഉണ്ട്. ഇന്ന് അതിൻ്റെതായ വർണ്ണങ്ങളും ആശ്രമങ്ങളും എല്ലാം നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ചർച്ച വരും. ഈ വർണ്ണാശ്രമം എന്നുള്ളത് ജന്മം കൊണ്ടല്ല, നമ്മുടെ ഗുണങ്ങളെ, 3 ഗുണങ്ങളെ, സത്വ രജ തമോ ഗുണങ്ങൾക്ക് അനുസൃതമാണ്, കർമ്മത്തിനനുസരിച്ചാണ് വർണ്ണങ്ങൾ. ഭഗവാൻ ഇവിടെ പറയും അത് പിന്നീട്. അപ്പോൾ അത് ആ വർണ്ണാശ്രമ ധർമ്മങ്ങളെല്ലാം നഷ്ടമാകുമ്പോൾ ഈ ലോകത്തിന് നാശം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വീണ്ടും പുനഃസൃഷ്ടിക്കായിട്ട്, അല്ലെങ്കിൽ വീണ്ടും ധർമ്മത്തെ നിലയുറപ്പിക്കാൻ വീണ്ടും ഭഗവാൻ ഇവിടെ അവതരിക്കുന്നു എന്ന് ഭഗവാൻ പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ചെറു വീഡിയോയിൽ ചർച്ച ചെയ്യാം. നമസ്കാരം.